ഹലോ നമസ്കാരം. പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 32ാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രീജിത്ത് ആണ്. ഇവിടെ അമീറാണ്. നമുക്ക് തുടങ്ങാം. ആ ദിവസത്തിന്റെ തുടക്കം തന്നെ ഭയങ്കര ഒരു ഫണ്ണിയായിട്ട്, എനിക്ക് വളരെ ഫണ്ണിയായിട്ട് തോന്നിയൊരു കാര്യം ആണ് നടന്നത്. കാര്യം എന്ന് വെച്ചാൽ ജിൻഡോ ചായ കുടിക്കുന്നുണ്ട്. ഒരു കയ്യില് ചായ, മറുകൈയില് സിഗരറ്റ്. അപ്പം ഇത് മാത്രമല്ല, ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പറയാ, ഈ രാവിലത്തെ ഒരു എന്താ പറയാ, സൂര്യ നമസ്കാരം പോലെ ചെയ്യുകയാണ്. അപ്പോ അതിനെതിരെ ഈ പറയുന്ന നോറ പറയുന്നുണ്ട്, ഇതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, ഈ സൂര്യ നമസ്കാരം ചെയ്യുന്നത് കുറച്ചും കൂടെ ഇതായിട്ടല്ലേ, റെസ്പെക്ട് മാത്രമല്ല, അപ്പൊ അത്തരത്തിൽ ചെയ്യണ്ടേ എന്ന രീതിക്കൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ പുകവലിക്കുന്നതും ഇവിടെ വന്ന് ചായ കുടിക്കുന്നതും എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. കണ്ടില്ലായിരുന്നോ? കണ്ടു. പക്ഷെ എനിക്ക് ജിൻഡോ ചെയ്ത കാര്യം അത്ര ഫണ്ണി ആയിട്ട് തോന്നിയില്ല. അല്ല, ഞാൻ പുള്ളി ചെയ്തതിനല്ല, ഞാൻ ആ ഒരു എന്താ, സൂര്യ നമസ്കാരം, ഈ പറയുന്ന ഒരു കയ്യില് കപ്പ് ഒരു കയ്യില് സിഗരറ്റ്, അതൊക്കെ വെച്ചിട്ട് സൂര്യാസ്കാരം എന്ന് ചെയ്തപ്പോ പറഞ്ഞാൽ കുറച്ച് ഭംഗിയായിട്ട് റെസ്പെക്ട് തോന്നി. ചെയ്യേണ്ട കാര്യമാണല്ലോ. അതിന് സിഗരറ്റ് കത്തിച്ച് ചെയ്തത് മോശമായി പോയെന്ന് തോന്നി. അതെ അതെ. പിന്നെ നോറ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സംഭവം ഉണ്ടാക്കുന്നതല്ല എന്നൊരു രീതിക്കൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അതിനുശേഷം നമ്മൾ സ്ഥിരം ഇപ്പൊ 2-3 ദിവസമായിട്ട് കാണുന്ന ഒരു പല്ലവി തന്നെയാണ്. എനിക്ക് സത്യത്തിൽ ഒരു അരോചകം പോലെയാണ് ഇപ്പൊ എനിക്കത് ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചാല് DJ സിബിൻ കുറെ ദിവസം കൊണ്ട് പലരെയും ഇങ്ങനെ ഈ ഗെയിം ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് വലിയൊരു ഉണർത്തൽ കണക്ക് തോന്നില്ല. എനിക്കൊരു അരോചകം കണക്കാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ശ്രീധു ഇന്നും എന്ന് പറയാൻ കാര്യം, ഇന്നലെയും ഇത് കണക്ക് ചെയ്തായിരുന്നു. ശ്രീധുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, മുടി മറ്റേ കഴിക്കുന്ന സമയത്ത് പുള്ളിക്കാരനെ നോക്കിയതൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്നൊരു മട്ടിലൊക്കെ ഇങ്ങനെ ഈ നമ്മളിങ്ങനെ ആക്കുമല്ലോ. അപ്പൊ ആ രീതിയിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ സംസാരിക്കുന്നുണ്ട്. അത് എനിക്ക് വലിയ സുഖമായിട്ട് തോന്നിയില്ല. പിന്നീട് അത് നടന്നത് ഈ അല്ല, പറയുന്ന കാര്യത്തില് ഉം, എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഉം, ഈ DJ സിബിൻ എല്ലാവരെയും ഞാൻ ഇളക്കുന്നുണ്ടല്ലോ. അതെ അപ്പൊ ഈ ശ്രീധുവിനെ നമ്മുടെ അർജുനെയും കൂടെ കൂട്ടി യോജിപ്പിച്ച പുള്ളിക്ക് പുറത്ത് പോസിറ്റീവ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോ. ബിഗ് ബോസ് പോലും ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടല്ലോ ഇവർ രണ്ടുപേരുടെ കൂട്ടി മുട്ടിക്കാൻ വേണ്ടി. തീർച്ചയായും. അതെ, അത് ലാലേട്ടൻ പോലും എനിക്കും അല്ലെ. എനിക്കും ഒരു സുഖമായിട്ട് തോന്നിയില്ല. അതിന്റെ ഒരു അതെ ആവശ്യമില്ല. അതെ അതെ ഇത് അതെ നാച്ചുറലി വരേണ്ട കാര്യമല്ല. അല്ലാതെ ഒരാളെ ഇങ്ങനെ കുത്തിയിളക്കി വിടേണ്ട കാര്യമല്ല. അതെ, ശരിയാണ്. അപ്പോ ഇതിന് ശേഷം നടന്നത് ഒരു ആക്ടിവിറ്റിയാണ്. അത് DJ സിബിന്റെയും ഈ പറയുന്ന ശ്രീരേഖയുടെയും ശ്രീധുവിന്റെയും അതുപോലെ തന്നെ അൻസിബയുടെയും 4 പേരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു സ്കിറ്റാണ്. സ്കിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു പ്രോഗ്രാം. അപ്പൊ പ്രോഗ്രാം എന്ന് പറയുന്നത് 2 സ്ഥലത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള 2 ഹൗസ്, അതിൽ ഒരു ഹൗസിൽ നടക്കുന്ന കുറെ തെറ്റായിട്ടുള്ള കാര്യങ്ങളും മറ്റൊരു ഹൗസിൽ നല്ല രീതിയിൽ നടക്കുന്ന കുറെ കാര്യങ്ങളും ആണ് പറഞ്ഞു പോകുന്നത്. അതിൽ തെറ്റായിട്ടുള്ള വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അല്ല, ഈ പറയുന്ന ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഉം, ഈ തെറ്റായിട്ടുള്ള വീട് ശരിയായിട്ടുള്ള വീട് നമ്മൾ പറയുന്നതാണ്. അവിടെ നമ്മുടെ റിയാസിബിൻ പറഞ്ഞത് ഉം, പാരലൽ വേൾഡിൽ നടക്കുന്ന, അതായത് ജൂപ്പിറ്ററിൽ നടക്കുന്നതായിട്ടും അതെ അതെ ഇവിടെ നാട്ടിൽ നടക്കുന്നതായിട്ടാണ്. അപ്പം ശരിയായിട്ടുള്ളതും തെറ്റായിട്ടുള്ളതാണെന്നുള്ളത് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. അതെ എന്നിട്ടാണ് ഈ മൂക്കള പിഴിഞ്ഞൊഴിക്കുന്നതും ഒരു സൈഡിൽ വൃത്തിയുള്ള ആൾക്കാർ, അതല്ലേ ഉദ്ദേശിച്ചത്. അതെ അതെ അതെ, വൃത്തിയുടെ ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട്. കാര്യം ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് ചെയ്യാതെയും അവിടെ വൃത്തികേടാക്കി ഇടുന്നവരെയും അതുപോലെ തന്നെ മൂക്കള പിഴിഞ്ഞ് വീഴ്ത്തുന്നവരെയും, എനിക്ക് തോന്നുന്നത് മൂക്കള പിഴിഞ്ഞ് ഈ പറയുന്ന ഭിത്തിയിൽ ഉൾപ്പെടെ തേക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിന് സത്യമാണോ എന്ന് അറിയത്തില്ല. കാര്യം ബാത്റൂമിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ കണ്ടെടുത്തിടുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. ഈ വൃത്തിയില്ലായ്മയുടെ കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം ജാസ്മിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവൾ ഒരുമാതിരി അതെ കിളി അതെ പോയിരിക്കുന്നുണ്ട്. അതെ. പക്ഷേ എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ടാണ് തോന്നിയത്. കാര്യം അവരെല്ലാം ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ജാസ്മിൻ ഉൾപ്പെടെ അവസാനം കൈയടിച്ചാണ് ആ ഒരു ഈ പറയുന്ന ടാസ്കിനെ അവസാനിപ്പിക്കുന്നത്. കാര്യം ജാൻമണിയുടെ കാര്യങ്ങൾ അതിൽ എടുത്തിടുന്നുണ്ട്, മൂക്കുപിഴിയൽ കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട്, ഫ്ലഷിന്റെ കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട്. ഒരു കാര്യം അത്യാവശ്യം പറയാൻ വിട്ടുപോയി. എന്താന്ന് ഉം. വെച്ചാ ഇതെല്ലാം ചെയ്തതിൽ ഒരാളാണ് ഡബ് ചെയ്തത്. ആ, സിബിൻ അല്ലേ. അതിന്റെ ഈ മൂക്കള ഒഴിയുന്നതും കക്കൂസിൽ ഫ്ലഷ് അടിക്കുന്നതൊക്കെ എല്ലാം അതെ അതെ, സിബിനാണ് ഡബ് ചെയ്തത്. അപ്പൊ DJ പുള്ളിക്കാരന് സിബിനാണ്. നിലവിൽ കയ്യിൽ കുറെ നമ്പറുകൾ ഉണ്ടെന്ന് സാരം. അതായത് ഒരു അതെ സൈഡിൽ മിമിക്രി, അതെ, പാട്ട്. പാട്ടുപാടക്കം, അതെ കുത്തിത്തിരിപ്പ്, അതെ, ശരിയാണ്. തമ്മിലടിപ്പിക്കല്, എല്ലാ സാധനവും ഉണ്ട് കയ്യിൽ, ഡാൻസ്. അതെ അതെ അതെ. അതെ. പിന്നീട് നടന്നതെന്ന് വെച്ചാൽ ചലഞ്ച് 3 ആണ്. ചലഞ്ച് 3 എന്ന് പറയുമ്പോൾ പവർ ടീമിലേക്ക് നെക്സ്റ്റ് പവർ അല്ലല്ല, ടീമിനെ അടുത്ത ചലഞ്ച് അല്ല, ശരിക്കും ചലഞ്ച് 3 ത്രീ നേരത്തെ കഴിഞ്ഞു. ഇത് ആ ഇത് പവർ ടീമിനെ തന്നെ, പുതിയ പവർ ടീമിനെ നിശ്ചയിക്കുന്ന
ഒരു പവർ എന്താണ് ടീമുമായിട്ട് പോരാട്ടം. മത്സരിക്കുന്ന ആരാണ് ഏറ്റവും അവസാനത്തെ ടീം അല്ലേ? അതെ, അത് അവസാനത്തെ ടാസ്ക് ആണ്. ഇതിൽ ജയിക്കുന്ന അതെ, ടീമാണ് അടുത്ത ആഴ്ചത്തെ പവർ ടീം. പവർ ടീം. അതൊരു വടംവലിയായിട്ടാണ് നടന്നത്. അപ്പൊ അതിൽ ഉദ്ദേശിക്കുന്നത് 3 റൗണ്ടായിട്ടാണ്. ആദ്യം ഒരു സൈഡിൽ നിന്ന് ഒരു ടീം വലിക്കുന്നു, പിന്നീട് അപ്പുറത്ത് പോകുന്നു, പിന്നീട് ഇപ്പുറത്ത് വരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ പോയിന്റ് 3 പോയിന്റ് കിട്ടുന്നവര് 2 പോയിന്റ് കിട്ടുന്നവര് ജയിക്കും. അങ്ങനെ ഒരു അല്ല, ഇത് ബലാബലം 1-1 വന്നു കഴിഞ്ഞാൽ ടൈ ബ്രേക്ക് വേണം. അതെ അതേസമയം രണ്ട് തവണ തുടർച്ചയായിട്ട് ഒരു ടീം വിജയിച്ചാൽ പിന്നെ ടൈ ബ്രേക്കറിന്റെ ആവശ്യമില്ലല്ലോ. അതെ അതെ അതെ. അപ്പൊ ഇതിൽ നമുക്ക് ടീം അംഗങ്ങളെന്ന് പറയുമ്പോൾ പവർ ടീമിൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ളത് ആരൊക്കെയാണടാ? അർജുൻ, അതുപോലെ തന്നെ അപ്സര, അപ്സര, അതുപോലെ തന്നെ ഗബ്രി ഇത്ര പേരേ ഉള്ളൂ. റസ്മിൻ പുറത്താണല്ലോ തൽക്കാലം. ജസ്മിൻ അപ്പൊ പുറത്താണ്. ഇനി അതെ തിരിച്ചു വരുമോ ഇല്ലേ എന്നുള്ള ഒരു തീരുമാനമാവാതെ നിൽക്കുന്നു. അതെ. അതുപോലെ തന്നെ നമ്മുടെ അർജുൻ ശ്രീകുമാറിന്റെ ടീമിലുള്ളത് ആരൊക്കെയാണടാ? അർജുൻ ശ്രീകുമാറിന്റെ അർജുൻ ടീമിലെന്ന് ശ്രീകുമാർ പറയുമ്പോൾ അല്ല, സോറി, അഭിഷേക് ശ്രീകുമാറിന്റെ അഭിഷേക് ടീമില് ശ്രീകുമാർ. ശരിയാണ്, സോറി. ശരണ്യ, നമ്മുടെ ജാൻമണി, ഋഷി, നമ്മുടെ പിന്നെ അതുപോലെ തന്നെ ഒരാളുടെ ഉണ്ടല്ലോ, പൂജ. പൂജ. അതെ. അപ്പൊ ഇവരടങ്ങുന്ന സംഘമാണ് 2 ടീമുകൾ. ഏറ്റവും അവസാനം വടംവലി വലിക്കേണ്ട അല്ല, 2 ടീമുകൾ അല്ലേ? അതില് ഒരു ബിഗ് ബോസ് ഒരു എന്താണ് മൈൻഡ് ഗെയിമിനുള്ള ഒരു അവസരം കൊടുക്കുന്നു. ഉം. ഇവരെ സപ്പോർട്ട് രണ്ടിൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ബാക്കി 2 മറ്റേ ടീമുകളെ ടീമുകൾക്ക് തീരുമാനിക്കാം. പവർ ടീമിന് വാഗ്ദാനങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം, വരാൻ പോകുന്ന പവർ ടീമിന് വേണമെങ്കിൽ വാഗ്ദാനങ്ങൾ കൊടുക്കാം. അതെ അപ്പൊ അവിടെ കുറച്ച് വാഗ്ദാനങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. DJ സിബിനും രണ്ട് കൂട്ടരെടുത്തും പോയി ഞങ്ങളെ നോമിനേഷനിൽ വരാതിരുന്നാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല മറ്റൊരു വാഗ്ദാനം കൂടെ വെക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇപ്പൊ നോമിനേഷനിൽ വന്നാൽ കൂടി നേരിട്ട് നിങ്ങളുടെ പവർ ഉപയോഗിച്ച് പിൻവലിക്കണം. അതൊരു പുതിയൊരു സംഭവമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് ആക്ച്വലി കഴിഞ്ഞ സീസണിലൊക്കെ ക്യാപ്റ്റൻ ആ ഒരു പവർ ഉണ്ടായിരുന്നു. ഓ ഇപ്പം ശരി ക്യാപ്റ്റൻ ശരി. ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ പവർ ടീമിന് ആ പവർ കൊടുത്താലോ. അപ്പം ഭാവിയിൽ ആ പവർ ശരിയാണ് വരികയാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ശരിയാണ്. പിന്നെ അതാണ് ഈ ഉദ്ദേശിച്ചത്. ടീമുകൾ 2 ടീമുകളും അവരെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം ഉം, ബിഗ് ബോസിനോട് DJ സിബിൻ ചോദിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉം, ശരിക്കും ജിൻഡോയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആയിരുന്നു. ജിൻഡോ ഉം, അവിടെ ഒരു ആടി നിൽക്കുന്ന മനസ്സിലാണ് നിന്നത്. ഉം, ഉം, മറ്റുള്ളവര് പവർ ടീമിന്, അതായത് മറ്റുള്ളവരെന്ന് പറയാൻ മെയിൻ ആയിട്ട് സായി ഉം. അവിടെ നിന്ന് പറയുന്നുണ്ട് പവർ ടീമിനെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഔദാര്യത്തിൽ വിജയിച്ചെന്ന് വരുത്തി തീർക്കാം. അതെ ഇത് ആരോടാ പറയുന്നേ? ഈ അതെ അതെ. ഗബ്രിയാണോ ജയിച്ചു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുമോ? അതാണ്. ജയിക്കുന്നതിന്റെ ആ അവസാന നിമിഷം വരെ അവരെ കൂടെ നിൽക്കും. അതെ അതെ അടുത്ത മൊമെന്റിൽ അവര് വീണ്ടും ഉൾട്ടടിക്കും. അതെ അവര് അതെ അതെ. അവർക്കെതിരെ കളിക്കും. പക്ഷെ ജിൻഡോ മനസ്സിലാക്കിയിട്ട് ജിൻഡോ അപ്പൊ തന്നെ പറഞ്ഞു ഇവര് നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, നിങ്ങൾ ഇപ്പൊ അങ്ങനെയൊക്കെ നിൽക്കും, പിന്നീട് അവർ ഉം. സപ്പോർട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞ്. പക്ഷെ ടീമിന്റെ കൂടെ നിർത്തിയ നിർബന്ധിതനാവുന്നെങ്കിലും അവസാനം ബിഗ് ബോസ് പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട്. ആർക്കെങ്കിലും ഇൻഡിവിജ്വലായിട്ട് വ്യക്തിഗതമായിട്ട് ആർക്കെങ്കിലും തീരുമാനം മാറ്റണമെങ്കിൽ മാറ്റാന്ന് പറയുമ്പോൾ ചാടി എണീച്ച് പോകുന്നുണ്ട് അതെ അതെ. ജിൻഡോ. പിന്നെ പക്ഷെ ഇതില് ജിൻഡോ ഇതില് വന്നതോടെ അവിടെ ഗെയിം ചേഞ്ചിങ് ഞാൻ പറയും. ഇതിൽ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ പവർ ടീമിലെ അപ്സര ചെല്ലുന്നുണ്ട്. അപ്സരയും ബാക്കിയുള്ള പവർ ടീം അംഗങ്ങളും ഈ പറയുന്ന DJ സിബിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പൊ DJ സിബിൻ നേരത്തെ നമ്മുടെ അഭിഷേക് ശ്രീകുമാറിന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഓഫർ വയ്ക്കുന്നുണ്ട്. നമ്മുടെ നോമിനേഷനിൽ ആരെയും നോമിനേറ്റ് ചെയ്യരുത്, അതുപോലെ തന്നെ നോമിനേഷനിൽ വന്നാൽ നിങ്ങളുടെ പവർ ഉപയോഗിച്ച് മാറ്റണം. ഇതേ കാര്യം അപ്സരയുടെ അടുത്ത് പറയാൻ നേരത്ത് അപ്സര പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇത് പറ്റത്തില്ല എന്നൊരു രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. കണ്ടില്ലായിരുന്നാ? ഒരു മിനിറ്റ്, അതായത് നിങ്ങൾ എന്ത് ചെയ്താലും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല അല്ലേ? അതെ അതെ അതെ. അപ്പൊ പറഞ്ഞ അതേന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. കാര്യം ഓൾറെഡി ഇവര് തീരുമാനിച്ച് വെച്ചേക്കുന്ന അല്ല, ഒരാളെന്ന് പറയുന്നത് നോറയാണല്ലേ? നോറ അൻസിബ ഉള്ള ടീമിനെ നോമിനേറ്റ് ചെയ്യാതിരിക്കുവോ? നോമിനേറ്റ് അത് ചെയ്യാതിരിക്കുക. ഗെയിം ചെയ്യും അതാണ് അവര്. ചോദ്യം. അതാണ് ഉം. ചോദ്യം. അപ്പൊ എന്തായാലും പിന്നീട് നടന്നത് ഈ പറഞ്ഞ പോലെ ഈ ജിൻഡോ മറ്റേ ടീമിലേക്ക് പോകുന്നു അല്ലെ? DJ സിബിനും DJ സിബിന്റെ ടീമും ഈ പറയുന്ന ജിൻഡോയും ബാക്കിയുള്ള അർജുന്റെ ടീമുമായിട്ട് ചേരുന്നു അല്ലെ? അവരൊരു ടീം, ബാക്കിയുള്ളവർ ഒരു ടീം. പക്ഷെ സത്യത്തിൽ ഒരു ഫെയർ ഗെയിം ആയിരുന്നോ? കാര്യം ഒരു ബലാബലം അല്ലായിരുന്നല്ലോ അല്ലെ സത്യത്തില്? അത് അങ്ങനെ വെച്ചാ ആണുങ്ങളുടെ എണ്ണം പെണ്ണുങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാല് ഉം. അപ്പുറത്തായിരുന്നു കൂടുതൽ. പക്ഷേ ജിൻഡോ എന്ന വൻമരം ഉള്ളതുകൊണ്ട് മല്ലയെ ഇപ്പുറത്ത് നിൽക്കുമ്പോ ഇനി അവിടെ 3 പേര് വന്നിട്ടും കാര്യമില്ല. അതെ അതെ അതെ. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ജിൻഡോ ഇപ്പുറത്ത് വന്നപ്പോഴാണ് ഒരു പക്ഷേ ഈ ജിൻഡോ ഏത് ടീമിൽ നിൽക്കുന്നോ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ ഫെയർ ഗെയിം അല്ലെന്ന് അവകാശപ്പെടാം. അതെ അതെ. ജിൻഡോ പോവാതെ അവര് നോക്കണമായിരുന്നു. അതെ അതെ അവരുടെ വിശ്വാസത അവർ നിലനിർത്തണമായിരുന്നു. അതെ. ആ ഓഫർ പറയണമായിരുന്നു അല്ലെ? അല്ലെങ്കിൽ ജിൻഡോനെ പ്രത്യേകിച്ച് വിളിച്ച് പറയുകയോ എന്തെങ്കിലും ഒരു ഓഫർ ഇതിൽ വാഗ്ദാനം വെക്കാമായിരുന്നു. കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ അതെ ഒന്ന് ചിന്തിച്ചാൽ മതി, ജിൻഡോ അപ്പുറത്താണെന്ന് വെച്ചാൽ ഇപ്പുറത്തെ ടീമിൽ ആരാണ്? മെജോറിറ്റി ലേഡീസ് ആണ്. അതെ അതെ. ടണൽ ടീമിലായാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ടീമിൽ പൂജ, അൻസിബ, ശ്രീരേഖ. ഉം. ഇപ്പുറത്ത് ഈ സൈഡിലുള്ളത് ശരണ്യ, പിന്നെ നമ്മുടെ പൂജ, ഇവരൊക്കെയാണ് ഉള്ളത്. കൂടുതൽ ലേഡീസ് ആണ്. അഭിഷേക് ശ്രീകുമാറും
പിന്നെ DJ സിബിനും, ഇവർ രണ്ടുപേരും മാത്രമേ ആണുങ്ങളായിട്ട് അതെ ഉണ്ടായിരുന്നുള്ളൂ. അതെ അതെ അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ജിൻഡോ അപ്പുറത്ത് പോകുമ്പോൾ വീണ്ടും അൺഫെയർ ആവും. അതെ അതെ അതും ശരിയാണ് ശരിയാണ്. പക്ഷെ കളി തോറ്റ ശേഷം എന്ത് പറ്റുന്നു? രണ്ട് അർജുൻ റൗണ്ടിലും വിജയിച്ചു. രണ്ട് ഉം, റൗണ്ടിലും ജിൻഡോ വലിച്ച് വിജയിച്ചതിന് ശേഷം കൈ പോയെന്നൊക്കെ പറഞ്ഞ് അർജുൻ എല്ലാരും പറയുന്നുണ്ട്. ഉം, ഗബ്രി പറയുന്നത് അൺഫെയർ ആയി പോയി. ഉം. ജിൻഡോ അവിടെ പോകാതെ ഇവരാണ് നോക്കേണ്ടിയിരുന്നത്. അതെ 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 എന്നിട്ട് ജിൻഡോ പോയ ശേഷം പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. കാര്യമില്ല ഗബ്രി കാര്യമില്ല. പറയുന്നതെന്ന് വെച്ചാൽ ജിൻഡോ അവിടെ പോയതോടുകൂടിയാണ് നമ്മൾ തോറ്റത്. ഇത്രയും പേര് അവരുണ്ട്, നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. അതെ അതെ അർജുനൻ പറയുന്നുണ്ട് അവർ എന്നിട്ട് ഇത്ര ആഘോഷിച്ചെന്തിനാ, ഇത്ര ആഘോഷത്തിന്റെ ആവശ്യമില്ലായിരുന്നു, എനിക്ക് ഹർട്ടായെന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത അല്ല അത് ഒരു സ്പിരിറ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. കാര്യം അടുത്ത മത്സരത്തിൽ അടുത്ത ആഴ്ച വരുമ്പോ നമ്മൾ തിരികെ പിടിക്കും, പവർ അത് ടീമിലേക്ക് കയറുമെന്നും പറയുന്നുണ്ട്. ഒരു അത് സ്പിരിറ്റ് ആയിട്ട് അർജുനാണ് പറയുന്നത്, അർജുനാണ് ഗബ്രി പറയുന്നത്. അതെ ഗബ്രി അങ്ങനെയല്ല പറയുന്നത്. അതെ ഓക്കെ. അപ്പോ നിലവിലിപ്പോ പവർ ടീമിനെ മറികടന്നുകൊണ്ട് പുതിയൊരു പവർ ടീം വന്നേക്കണല്ലേ. നമ്മുടെ നമ്മുടെ ടണൽ ടീം, അഭിഷേക് അതെ ശ്രീകുമാറിന്റെ ടീം അഭിഷേക് വന്നിരിക്കുക. ശ്രീകുമാറും ജാൻമണി, ശരണ്യ, അതുപോലെ തന്നെ ഋഷി, പൂജ എന്നിവരടങ്ങുന്ന പുതിയ പവർ ടീമിനെയാണ് നമ്മള് ആ ഒരു നമ്മുടെ ജിൻഡോ കണ്ടത്. ഗെയിം ചേഞ്ചറായി മാറി. അപ്പം അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിൽ മിക്കവാറും അതെ ടണൽ ടീമിലുള്ള എല്ലാവരും ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ എല്ലാവരും ചേർന്ന് ജിൻഡോയെ നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതെ അതെ തീർച്ചയായും അതിന് സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നില്ല അത് എന്താവും. അങ്ങനെ ഉണ്ടാവും, കാര്യം അവര് കാരണമാണല്ലോ വിജയിച്ചത്. അതെ ശരിയാണ്. ജിൻഡോ ആണല്ലോ മെയിൻ. അല്ല പക്ഷെ മെയിൻ എന്ന് പറഞ്ഞ് പുള്ളിയെ തിരഞ്ഞെടുക്കാൻ മറ്റ് ടീമംഗങ്ങൾ സമ്മതിക്കത്തില്ലല്ലോ. പവർ ടീമല്ല, മറ്റേ ടീമംഗങ്ങൾ അങ്ങനെയല്ലല്ലോ. കൂടുതൽ നോമിനേഷൻ വരുന്ന ആള് 3 പേരെ വെച്ചിട്ടാണല്ലോ ക്യാപ്റ്റൻസി അതെ ടാസ്ക്. അതെ തീർച്ചയായും. അതെ അപ്പൊ 6 പേര് ടണൽ ടീം ഉൾപ്പെടെ 6 പേര് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മെയിൻ 3 പേരിൽ വരുമല്ലോ ടോപ്പ്. ശരിയാണ് ആ ശരിയാണ്. രീതിയിൽ പിന്നെ അവിടെ നിന്ന് പിന്നെ മത്സരിച്ച് ജയിക്കേണ്ടി വരും. ഡയറക്റ്റ് നേരിട്ട് അങ്ങ് ആക്കാൻ പറ്റത്തില്ല. ശരിയാണ്. അവിടെ ചാൻസ് കൊടുക്കാമല്ലോ. പിന്നെ പൊതുവിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പൊ ക്യാപ്റ്റൻ ആരായാലും അതൊരു വാഴയാണ് സത്യത്തില്. ഞാൻ ഉദ്ദേശിച്ചത് വാഴ എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു സ്ഥാനമേ അതൊരു എന്താ പറയാ പേരിലുള്ള ഒരു ക്യാപ്റ്റൻ എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. നമ്മള് ജാസ്മിനെ കണ്ടാണല്ലോ കിടന്ന് മെഴുകുന്നത്, ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ പവർ ടീമിന്റെ ഒരു എന്താണ് ഒരു എന്താ പവർ ടീം പറയുന്നത് പോലെ തുള്ളുന്ന ഒരു പാവയായിട്ട് മാറുന്നത്, പവർ ടീമിന്റെ നിഴലായി മാറി നിഴലായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ്. അപ്പം ജിൻഡോനെ തിരഞ്ഞെടുത്താലും ഇപ്പൊ ആരെ തിരഞ്ഞെടുത്താലും ഇപ്പൊ ക്യാപ്റ്റന് വലിയ ഒരു പ്രസക്തി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നോമിനേഷനിലൊന്നും വരത്തില്ല, അത് തന്നെയാണ് ഗുണം. അത് മാത്രമേ ഉള്ളൂ ഗുണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സീസണില് ക്യാപ്റ്റൻ ഇപ്പൊ പവർ ടീമിന് എന്തൊക്കെയാണോ ഫെസിലിറ്റീസ് ഉള്ള ഏകദേശം അതേ ഫെസിലിറ്റീസ് ആയിരുന്നു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അതെ 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 നോമിനേറ്റ് ചെയ്യാനും ജയിലിൽ വിടാനും ഒക്കെ ഉള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പവർ ടീം വന്നതിന് ശേഷം ശരിക്കും ക്യാപ്റ്റൻസി തന്നെ വെറുതെയാണ്. ക്യാപ്റ്റൻസി തന്നെ ഒഴിവാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതെ അതെ പിന്നെ ഇവരിപ്പോഴും വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് 4 ആഴ്ച കൂടുമ്പോൾ പവർ ടീം പിരിച്ചുവിടും. പിന്നെ വരുന്ന ക്യാപ്റ്റൻസി ടാസ്കിൽ വിജയിക്കുന്ന ക്യാപ്റ്റന് പവർ ടീം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അതാണ് കാര്യം. അതെ അതെ. പിന്നീട് മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ കണ്ടതാണ്. പൂജ എത്രത്തോളം ഗെയിം കണ്ടിട്ടാണ് വന്നത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. പൂജ അത്രയ്ക്കും ഗെയിം ഷോസ് ഒക്കെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പം ശരണ്യയുടെ അടുത്ത് പൂജ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗബ്രിയുടെ ഈ വീക്കിലെ പെർഫോമൻസ് വളരെ ലോ ആയിരുന്നു. എന്ന് വെച്ചാല് നമുക്ക് തന്നെ അറിയാം, ഈ പറയുന്ന ജാസ്മിൻ പിന്മാറിയതിന് ശേഷവും ജാസ്മിനുമായിട്ട് ഇപ്പോ വലിയ കണക്ഷൻ ഇല്ലല്ലോ. ഇപ്പൊ ഒരുമിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്നാലും ഒരു മാനസികമായിട്ട് അകന്ന രീതിയിലാണ് നമുക്ക് തന്നെ പ്രേക്ഷകർക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ പൊതുവില് ജിൻഡോയുടെ പ്രശ്നത്തിന് ശേഷം പുള്ളിക്കാരൻ വലിയ രീതിയിൽ ഒരു പ്രശ്നങ്ങളും തലയിൽ ഏറ്റെടുത്ത് വെച്ച് സംസാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്ന തൊണ്ട വെച്ച് സംസാരിച്ച വലിയ രീതിയിൽ ശബ്ദം ഉയർത്തി സംസാരിച്ച കാര്യങ്ങൾ പോലും ഈ വീക്കില് ഒന്നും നടന്നിട്ടില്ല. അപ്പോ പൂജ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാല് ഓപ്പൺ നോമിനേഷനിൽ ഗബ്രിയെ കൊണ്ടുവരണം എന്നൊരു രീതിയിൽ പറയുന്നുണ്ട് അല്ലെ. അത് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യണ്ട, ഓരോരുത്തരായിട്ട് 1 by 1 നോമിനേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ആ രീതിയിൽ ചെയ്താൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും വരും എന്നുള്ള അർത്ഥത്തിൽ. അതെ. ഇതിന് ശേഷം നടന്നത് ജാസ്മിൻ ഗബ്രി സ്ഥിരം കാഴ്ച എന്താണ് മെഴുകുന്നൊരു കാഴ്ചയാണ്. ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കിവിടെ ഈ ഷോ ക്വിറ്റ് ചെയ്യണം. അപ്പോ എന്താണ് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഗബ്രി, നീ ക്വിറ്റ് ചെയ്താൽ ഞാനും ക്വിറ്റ് ചെയ്യും, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നടന്നത് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമുക്ക് നമ്മുടെ ഈദ് മുബാറക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, ചെറിയ പെരുന്നാളല്ലേ.
ഈദ് അതെ, മുബാറക് എന്ന് പറഞ്ഞ ഉം. എല്ലാ വിശേഷ ദിവസങ്ങളും അകത്ത് ആഘോഷിക്കാറുണ്ട്. അതെ. അപ്പൊ അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പോലെ റസ്മിന്റെയും അതുപോലെ തന്നെ അൻസിബയുടെയും ജാസ്മിന്റെയും വീട്ടിൽ നിന്ന് എല്ലാരും വന്നിട്ട് വിഷസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ ജാസ്മിന്റെ വീട്ടിൽ നിന്ന് വാപ്പയും ഉമ്മയാണ് വന്നത്. അപ്പൊ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ റോബോട്ട് സംസാരിക്കുന്നത് പോലെയാണ്, പ്രത്യേകിച്ച് ഫോർമാലിറ്റി മുഖഭാവങ്ങളോ തീർക്കാൻ വേണ്ടി വിളിച്ച പോലെ തോന്നി എനിക്ക്. തോന്നിയെന്ന് എന്താ പറയാ, നമ്മൾ ആ ഒരു ഇത് തീർക്കാൻ വേണ്ടി അല്ലേ, ആ ഒരു ടൈം ജയിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം വിളിക്കുന്ന പോലെ. അതെ അതെ തോന്നി. അപ്പോ പുള്ളിക്കാരിക്കും അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, കാണുന്ന പ്രേക്ഷകർക്ക് ഉൾപ്പെടെ അത് ഫീൽ ചെയ്തു. പക്ഷെ ഗബ്രി പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ജാസ്മിൻ. അതെന്തിനാണ് ഗബ്രി പറയുന്നത്? ഗബ്രിക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. അത് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ പ്രേക്ഷകർക്ക് ഉൾപ്പെടെ ജാസ്മിൻ ഉൾപ്പെടെ അങ്ങനെയല്ല തോന്നിയത്. അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാം കൂടി ഇവർക്ക് 3 പേർക്ക് കൂടി ഈ പറയുന്ന ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു, ടാസ്ക് പോലെ. പക്ഷേ ടാസ്കിനെ കാട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇൻഡിവിജ്വൽ അല്ല, ഗ്രൂപ്പായിട്ട് കുറെ ആക്ടിവിറ്റീസ് ചെയ്തായിരുന്നു. 3 ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു പാട്ടുണ്ടായിരുന്നു, പിന്നെ അത്യാവശ്യം നല്ല രസമായിരുന്നു. അതില് ജാൻമണി മണവാട്ടിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നതും ബാക്കിയുള്ള അർജുൻ ഉണ്ടായിരുന്നു. അർജുൻ എന്ന് പറയുന്നത് മണവാളനായിരുന്നു. നല്ല രസമായിരുന്നു. അൻസിബയും പൂജയും ശ്രീരേഖയൊക്കെ ഉള്ള ഡാൻസും ഒക്കെ ആയിരുന്നു, നല്ല രസമായിരുന്നു. പിന്നീട് നടന്നതും ഒരു ഡാൻസ് തന്നെയായിരുന്നു. ശരണ്യ, DJ സിബിൻ, അൻസിബ, ശ്രീതു, ഗബ്രി, ജാസ്മിൻ എന്നിവരുടെ ഡാൻസും നല്ലായിരുന്നു. കാര്യം ഗബ്രി ഇതിനു മുന്നേയും ഈ പറയുന്ന ശരണ്യമായിട്ട് ഒരു ദിവസം ഡാൻസ് കളിച്ചായിരുന്നു, അതും നല്ലായിരുന്നു. ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളാണ്, പക്ഷേ അടിപൊളി രസമാണ്. പിന്നീട് നടന്നത് മറ്റൊരു ഇതെന്ന് പറയുന്നത് നന്ദന, സായി, നോറ, അഭിഷേക് ശ്രീകുമാർ, ജിൻഡോ, അഭിഷേക് ശ്രീകുമാർ, അതുപോലെ തന്നെ ജിൻഡോ, അതുപോലെ തന്നെ അഭിഷേക്, ജയദീപ് എന്നിവരുടെ ഡാൻസ് ആണ്. അത് അവര് കുറച്ച് ഫ്ലോപ്പ് ആയി പോയി, എന്നാലും നല്ല രസമായിരുന്നു. എല്ലാരും ഫണ്ണി ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു. പിന്നീട് പാട്ടായിരുന്നു, നോറയുടെ പാട്ടായിരുന്നു. നോറയുടെ പാട്ടായിരുന്നോ? അതെ, നമ്മുടെ നോറ തന്നെയാണ് പാടിയത്. എപ്പിസോഡിൽ വളരെ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. അതെ. പിന്നീട് പൊതുവിൽ നോറ പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്നത്തെ. പിന്നെ അത് മാത്രമല്ല, ജാൻമണിയും ശരിക്കും ഹാപ്പി ആയിരുന്നു എന്നൊരു രീതി പറയുന്നുണ്ട്. കാര്യം പുള്ളിക്കാരി പറയുന്നുണ്ട്, പുള്ളിക്കാരിക്ക് അണിഞ്ഞൊരുങ്ങി ഒരു ബ്രൈഡൽ ലുക്കിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അത് ഇന്ന് നിറവേറി എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആ സമയം കഴിഞ്ഞ ദിവസങ്ങളിൽ സായിയുമായിട്ട് പ്രശ്നം നടന്നല്ലോ. കാര്യം നോമിനേഷൻ സമയത്ത് പുള്ളിക്കാരൻ പെയിന്റ് മുഖത്ത് തേക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. അപ്പൊ അതില് പുള്ളിക്കാരൻ സോറി പറയുന്നുണ്ട്. അത്യാവശ്യം നല്ല പരിപാടികളായിരുന്നു. പിന്നീട് നോറ സന്തോഷിക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ നിനക്ക് കിട്ടരുതേ എന്നാണ് അവളുടെ വീട്ടുകാർ പ്രാർത്ഥിച്ചിരുന്നത്. അപ്പൊ അതേ ആൾക്കാർ തന്നെ അവൾ ഇവിടെ വന്ന് വിഷ് ചെയ്തു, നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടെ ചേർത്താണ് വന്നത്. അതെ. പിന്നീട് DJ സിബിന്റെ മറ്റൊരു കുഴിബോംബ് നന്ദനയുടെ അടുത്ത് പറയുന്നതാണ്, ജിൻഡോയ്ക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ നാളുണ്ടല്ലോ, നമ്മള് ഈ അവിട്ടം, ചതയം, രോഹിണി, ആ രീതിയിലല്ല പറയുന്നത്. പുള്ളി മാൻഡ്രേക്കാണ് നമ്മൾ ചിലപ്പോ പറഞ്ഞിട്ടുണ്ട്, അത് മെൻഷൻ ചെയ്താണ് പറയുന്നത്. അതെ എന്ന് വെച്ചാല് പുള്ളിക്ക് ജിൻഡോയ്ക്ക് നാളൊന്നും കൊടുക്കരുത്. പുള്ളിക്കാരന് നാള് കൊടുത്തു കഴിഞ്ഞാല് പുള്ളിക്കാരൻ തളർത്തിയിടും എന്നൊരു രീതിയിൽ. കാര്യം എന്ന് വെച്ചാൽ ഇതിനു മുന്നേ റസ്മിൻ ഇപ്പം പനിയായിട്ട് കൊണ്ടുപോയേക്കുന്നത്, ജാസ്മിൻ ആണെങ്കിൽ 4 ഒടിഞ്ഞ് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുകയാണ്, ആക്റ്റീവ് അല്ല. അപ്പം ഇതിനൊക്കെ കാരണം ഈ പറയുന്ന ജിൻഡോയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദനയ്ക്കൊരു സാർ നിങ്ങൾക്കൊരു ഉപദേശം തരാം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ശിവൻ പറയുന്നുണ്ട്, പുള്ളിക്കാരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി സൂര്യ നമസ്കാരത്തിന് ചെന്നാൽ അവിടെ സൂര്യൻ വരില്ല, കാർമേഘം വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതെ. പക്ഷെ DJ സിബൻ പറഞ്ഞ കാര്യം ഒന്ന് പൂർണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ 1-2 കാര്യം കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, കൂടെ ജയിലിൽ കിടന്ന രതീഷ് അതേ ആഴ്ച തന്നെ ഔട്ടായി. പുള്ളിക്കാരനായിട്ട് നല്ല ക്ലോസ് ആയിരുന്ന യമുനയും ഓടി. അതെ. അതിനുശേഷം നമ്മുടെ പേരെന്താ സിജോയായിട്ടൊക്കെ ഒന്ന് ഉടക്കിയതായിരുന്നു ചെറുതായിട്ട്. LKG ലെവൽ സ്റ്റണ്ടൊക്കെ നടന്ന് സിജോയും പോയി. റോക്കിയായിട്ട് ചെറിയ വാക്ക് തർക്കം ഉണ്ടായത്, റോക്കിയും പോയി. ഇനിയിപ്പോ ആ ഒരു സിബിൻ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിട്ടാണ് എനിക്കും തോന്നുന്നത്. അതെ. പിന്നീട് നടന്നത് ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ജിൻഡോ ക്യാമറ തുടച്ച് നന്മയോളിയാവുകയാണ്. അപ്പൊ പിന്നെ ജാസ്മിൻ പറഞ്ഞ ആ ഒരു പ്രശ്നം തീർക്കുന്നു. അത് ഭയങ്കര പ്രശ്നമൊന്നുമില്ല, ഒരു കുഞ്ഞൊരു കാര്യം. പിന്നെ ഗബ്രി മൈക്ക് ധരിക്കാത്തതിന് ഗബ്രിക്ക് ഒരു പണിഷ്മെന്റ് കിട്ടുന്നു. എല്ലാരിടത്തും പോയി
താൻ ചെയ്തത് തെറ്റാണ്, അതുപോലെ തന്നെ ഇനി നിങ്ങളും ഇതുപോലെ തെറ്റ് ചെയ്യരുത്, ആവർത്തിക്കരുത് എന്ന് പറയണം. അതാണ് പണിഷ്മെന്റ്. എനിക്ക് അത്യാവശ്യം നല്ല ഒരു പണിഷ്മെന്റ് കണക്കാണ് തോന്നിയത്. കാര്യം അല്ല, പഴയ പോലെ ആയിരുന്നെങ്കിൽ ഒരു 5 ദിവസം ഫ്ലോർ ക്ലീൻ ചെയ്യണം, കക്കൂസ് കഴുകണം, പാത്രം പാത്രം കഴുകണം കഴുകാൻ പറയുന്ന അത്തരത്തിലുള്ളൊരു, ഇത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പണിഷ്മെന്റ് കണക്കാണ് എനിക്ക് തോന്നിയത്. പിന്നീട് എന്താണ്, DJ സിബിൻ പറയുന്ന ഒരു കാര്യമാണ്, അപ്സരയെ ഞാൻ പണ്ട് വിചാരിച്ചു വെച്ചിരുന്നത് ഫെയർ ഗെയിം കളിക്കുന്ന ഒരാളായിട്ടാണ്. പക്ഷെ ഇപ്പൊ അപ്സര കളിക്കുന്നത് ഭയങ്കര, ഇപ്പൊ എനിക്ക് മനസ്സിലായി, എന്താ പറയാ, അപ്സര ഉഡായിപ്പാണെന്ന് എന്നൊരു രീതിയിൽ മനസ്സിലായി. ക്യാമറ കാണിക്കാൻ വേണ്ടിയുള്ള അഭിനയമാണെന്ന് പറഞ്ഞു. അല്ല, അതിനൊരു ഉദാഹരണവും പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസം ടാസ്ക് നടന്നല്ലോ. ഇപ്പൊ എന്തായാലും അപ്സര എന്ന് പറയുന്നത് പവർ ടീമിലുള്ള ആളാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം സംവാദം ടാസ്കില് ഏറ്റവും നല്ല രീതിയിൽ പവർ ടീമുമായിട്ട് സംവാദം നടത്തുന്ന ടീമിന് വേണം മാർക്ക് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ അത്തരത്തിൽ DJ സിബിന്റെ ടീമായിരുന്നു സംവാദം നടത്തി ശരിക്കും പവർ ടീമിനെ തേച്ചൊട്ടിച്ചത്. പക്ഷേ അവിടെ തേച്ച് ഒട്ടിച്ച ടീമിനല്ല കൊടുത്തത്, അവരെ പാനോളം പുകഴ്ത്തിയ ടീമിന്, നമ്മുടെ ശ്രീകുമാറിന്റെ ടീമിനാണ് കൊടുത്തതല്ലേ ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് മാത്രമാണ് ഇവർക്ക് കൊടുത്തത്, DJ സിബിന്. അപ്പൊ DJ സിബിൻ അതെടുത്ത് പറഞ്ഞാണ് പറയുന്നത്. സോറി, ഫെയർ ആയിട്ടാണെങ്കിൽ അവർക്കാണ് 1ാം സ്ഥാനം കിട്ടേണ്ടതെന്നാണ് പറഞ്ഞത്. അതെ അതെ അതെ. പിന്നീട് ഈ പറയുന്ന DJ സിബിൻ അവിടെ ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാറും ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഗബ്രി ഇതുവരെ എന്റെ അടുത്ത് മാപ്പൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കും അതൊരു കുഴുത്തിരിമ്പ് കണക്കാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത്. അപ്പോൾ തന്നെ എന്തോ ദൈവഭാഗ്യത്തിന് ഈ പറയുന്ന പോലെ ഗബ്രി എല്ലാവരുടെ അടുത്തും വന്ന് ആ ടൈമിൽ മാപ്പ് പറയുന്നു. അല്ലെങ്കിൽ ആ പ്രശ്നം അവിടെ തീരുന്നു. എന്ന് വെച്ചാല് അന്നേ ദിവസം പറഞ്ഞില്ലെങ്കിൽ പിറ്റേന്ന് അതിനെ വലിയൊരു പ്രശ്നമാക്കാൻ വേണ്ടിയാണ് DJ സിബിൻ നിൽക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് പുള്ളിക്കാരൻ അപ്പം തന്നെ, ഗബ്രി അപ്പം തന്നെ ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്തുകൊണ്ട് എല്ലാവരുടെ അടുത്തും മാപ്പ് പറയുന്നു. പിന്നെ അതിനുശേഷം ലക്ഷറി ബഡ്ജറ്റ് ടാസ്ക് ആണ് നടന്നത്. ടാസ്ക് അല്ല, ഈ പറയുന്ന പവർ ടീമിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ. അതെ, അതിലും അത്യാവശ്യം നല്ല രീതിയിൽ കുറെ സാധനങ്ങളൊക്കെ എല്ലാരും എടുത്തു. എടുക്കുന്ന പോലെ എടുക്കുന്നത്, അവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന. അതിനുശേഷം കാര്യം കൂടെ പറയാനുള്ളത്, അവിടെ അപ്സരയും ജാൻമണിയായിട്ട് ചെറിയൊരു സ്റ്റണ്ട് ഉണ്ടായിരുന്നു. അതെ 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 അതെ. അത് നോമിനേറ്റ് ചെയ്തതിന്റെ പേരില്ല. ജാൻമണിക്ക് പണ്ട് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ദേഷ്യമാണല്ലോ. 9 പേര് നോമിനേറ്റ് ചെയ്തതിൽ 7 പേരുടെ അവർക്ക് സങ്കടമില്ല. അർജുനും അപ്സരയും നോമിനേറ്റ് ചെയ്ത് ഭയങ്കര ഹർട്ടായെന്ന് പറഞ്ഞിട്ട് അപ്സരയായിട്ട് തോളി കയറുന്നുണ്ട്. അപ്സര ഒരു സൈഡിൽ പോയിരുന്ന് കരയുന്നുണ്ട്. ഇതൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നോമിനേറ്റ് ചെയ്തു, ഇനിയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയിരുന്നു മോങ്ങുന്നു. അതെ അതെ അതെ. പിന്നെ അതിനുശേഷം എന്താണ്, അപ്സര കരയാൻ നേരത്തെ അവസാനം സോൾവ് ചെയ്യാൻ വേണ്ടി ജാൻമണി വരുന്നു. അവരുടെ ഹഗ്ഗിങ്, കെട്ടിപ്പിടുത്തോടുകൂടി ആ പ്രശ്നവും സോൾവ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് നടന്നതെന്ന് വെച്ചാല് ലൈഫ് സ്റ്റോറി ഷെയർ ചെയ്യുന്ന ഇതാണ്, നമ്മുടെ അഭിഷേക് ശ്രീകുമാറിന്റെയാണ്. എങ്ങനെ തോന്നിയടാ ലൈഫ് സ്റ്റോറി കേട്ടപ്പോ? എന്ത് തോന്നി? വെറൈറ്റി ആയിട്ട് തോന്നി. ഇപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും വന്ന് ഞാൻ സങ്കടം പറച്ചിലും എന്താണ് ഈ കയ്പും മധുരവും ഏറിയ കഥ എന്ന് ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കയ്പും കൂടെയൊക്കെ കയറ്റിയൊക്കെ ഇങ്ങനെ പറയാനേക്കാളും ഒരു പോസിറ്റീവ് വൈബിലുള്ള ഒരു കഥയായിട്ട് തോന്നി. അതെ അതെ അതെ. കാര്യം എന്ന് വെച്ചാല് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ ഞാനിപ്പോ എന്റെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് വീക്ക്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കെടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം ആയി മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് വേണ്ട, എനിക്ക് തന്നെ പറയാൻ താല്പര്യമില്ല, മറിച്ച് എന്റെ പോസിറ്റീവ്, എന്റെ എന്താ പറയാ സ്ട്രെങ്ത് ആയിട്ടുള്ള സംഭവങ്ങൾ പറയാനാണ് എനിക്ക് താല്പര്യം എന്ന രീതിയിൽ ശ്രീകുമാർ അത് പറയുന്നുണ്ട്. പിന്നീട് അമ്മയുടെ ക്യാൻസറിന്റെ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ സിനിമകളിൽ സംഭവിച്ച കുറെ ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. കാര്യം പുള്ളിക്കാരൻ ബിഗ് ബ്രദർ എന്ന് പറയുന്ന മോഹൻലാലിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ലാസ്റ്റ് ഫൈറ്റിൽ കുറെ ആൾക്കാർ മാസ്ക് വെച്ച് വരുന്നുണ്ട്. അപ്പൊ അതിലൊരാളായിട്ടാണ് പുള്ളിക്കാരൻ അന്ന് അതിൽ ആക്ട് ചെയ്തത്. അപ്പോൾ അതിന്റെ വിഷമമൊക്കെ പറയുന്നുണ്ട്. കാര്യം മുഖം കാണിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ വേറെ ഏതോ ഒരു സിനിമയിൽ മുഖം കാണിച്ച് അഭിനയിച്ചായിരുന്നു. പക്ഷേ സീനെല്ലാം എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ പുള്ളിക്കാരന്റെ കൈയും കാലും മാത്രമാണ് അവസാനം ആ സീനിൽ അവസാനിച്ചത്. പിന്നീട് പുള്ളിക്കാരൻ പൃഥ്വിരാജുമായിട്ടൊരു ആഡ് ചെയ്ത ഇപ്പൊ ഈ പറഞ്ഞ സിനിമയിലാണ് പൃഥ്വിരാജിന്റെ വന്നത്. അതെ, ശരിയാണ്. അതിനുശേഷം കൈയും ചരടും മാത്രമേ കാണിച്ചുള്ളൂ. അഭിനയിച്ചതിന് ശേഷം നമ്മുടെ കൂട്ടുകാരോടും എല്ലാവരോടും പറഞ്ഞ് എന്റെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നുണ്ടെന്ന്. പക്ഷെ റിലീസായപ്പോ അതിനകത്ത് കൈയും ചരടും മാത്രമേ ഉള്ളൂ. പിന്നീട് പൃഥ്വിരാജുമായിട്ട് ചേർന്നൊരു ആഡ് ഫിലിമിൽ അഭിനയിച്ചു. അതിൽ മുഖം കാണിക്കുന്ന രീതിയിലായിരുന്നു അല്ലേ?
അതെ അതെ അതെ. അതെ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന ലൈഫ് സ്റ്റോറി അവസാനിപ്പിച്ചു. അപ്പോ ഇതൊക്കെ തന്നെയാണ് ഇന്ന് എത്രാമത്തെ ദിവസമാണ്? 32 അല്ലേ? 32ാമത്തെ ദിവസം. 32ാമത്തെ ദിവസം അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അത്യാവശ്യം ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവസാനിച്ചു വലിയ അല്ലേ? പ്രശ്നങ്ങളേ ഇല്ല. പ്രശ്നങ്ങളേ ഇല്ല. അത് ജാൻമണി തന്നെ പറയുന്നുണ്ട്. ഈ ഇത്രയും ദിവസം 33 ദിവസത്തേല് ഫസ്റ്റ് ടൈം ആയിരിക്കും, ആദ്യത്തെ ഒരു ദിവസമായിരിക്കും ഇത്തരത്തില് ഒരടി പ്രശ്നങ്ങളൊന്നും പോലും ഇല്ലാതെ, ഇല്ലാതെ. ഒരടി പോലും ഇല്ലാതെ ഭയങ്കര നന്മ വാരി വിതറിയ നന്മ ഉള്ള ലോകമേ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ദിവസമായിട്ട് പറയാൻ പറ്റുന്നതെന്ന് ജാൻമണി തന്നെ പറയുന്നുണ്ട്. അപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അല്ലേ? ബൈ. ബൈ.